ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ നമ്മളെ വിശേഷങ്ങൾ എന്താ ചോദിച്ചാൽ വലുതായിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാൽ ചെറുതായിട്ടൊന്നും ഉണ്ടാവില്ലേന്ന് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇടത്തരായിട്ടാണ് നമ്മളെ വീഡിയോസുകൾ ഉണ്ടാകുക. ഇന്ന് മണ്ടിപ്പാഞ്ഞ് നടക്കാത്ത വേഗം ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ അപ്പോൾ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ മണ്ടി ചെന്നിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, പിന്നെ ലൈക്ക് അടിക്കുക. ഒട്ടും അടിച്ചു നിൽക്കണ്ട, ചെറപറാന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇടുക, പിന്നെ ഷെയറും കൂടി ചെയ്തോളട്ടെ, പിന്നെ ഹൈപ്പും കൂടി അടിക്കാൻ മറക്കണ്ട. ഈ പുട്ട് കുത്തണ പോലെ തന്നെ നല്ല ഉഷാറായിട്ട് 2 കുറ്റി പുട്ട് ഞാനിവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ചായയും കാച്ചിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒക്കെ എന്താ കറി ചോദിച്ചാൽ പഴമുണ്ട്, പഴം പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം മൂപ്പര് ഇതാക്കണ പണിക്ക് പോകാനുള്ള ഒരു തിടുക്കത്തിലാണ്, കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു വിശേഷമുണ്ട്, അത് ഞാനങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പമല്ല, ഇന്ന് നമുക്ക് പുട്ടാണ്. അപ്പോൾ പുട്ട് ചുട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ചായ കൊടുക്കട്ടെ കേട്ടോ. പിന്നെ എൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് വിശേഷം. പിന്നെ ചെറിയൊരു വിശേഷം കൂടി ഉണ്ട്. ഓണാക്കിയിട്ടില്ല, ഇവിടുന്ന് ലൈറ്റില്ല, കാണുന്നില്ല. കാണില്ല ഗൈസ്. മൂപ്പരെ പിറന്നാളാണ് ഗൈസ്, പിറന്നാളാണ്. അപ്പോൾ പുട്ടും ചായയും കുടിക്കാണ്, കട്ടനും പുട്ടും. കട്ടനും പുട്ടുമാണ് ഇപ്പോൾ ഈ ഫോണിൽ വെക്കുമ്പോൾ ഇടത്തെ കൈ കൊണ്ട് തിന്നണായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മൂപ്പരെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അതാണ്. അപ്പോൾ മൂപ്പർക്ക് വലിയ ഭാവ വ്യത്യാസങ്ങളൊന്നും ഇവിടെ പോയി. ഇങ്ങോട്ട് വരികയെ രണ്ട് വാക്ക് സംസാരിക്കാൻ, രണ്ട് വാക്ക് സംസാരിക്കാൻ വരും. അപ്പോൾ ആരോടാ അപ്പം ഞാനീ പറഞ്ഞോക്കെ, നാട്ടിലേക്ക് വേണ്ട. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നല്ലൊരു കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ആ ഒരു പഠിക്കൽ വെച്ചിട്ട് കലട്ട് ഉടക്കാറില്ല. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ മൂപ്പരുള്ളത്. ഇന്നിപ്പോൾ എൻ്റെ പിറന്നാളല്ലേന്ന്, മൂപ്പരെ പിറന്നാളേന്നു കേട്ടോ. അതൊന്ന് പറയാൻ ചെന്നതാണ്. മൂപ്പർക്കത് ഓർമ്മല്ല, എന്നാലും ഇപ്പം ഞാൻ ഓർത്തെടുത്ത് പറയുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യമൊന്നും വിചാരിക്കല്ല. അങ്ങനെ അത് പറഞ്ഞപ്പോൾ വലിയ മൈൻഡൊന്നുമില്ല. അപ്പം എൻ്റെ മുഖത്ത് ഇങ്ങനെയൊക്കെ തന്നെ എക്സ്പ്രഷൻ ഉണ്ടാകുകയുള്ളൂ കേട്ടോ. എന്നപ്പോൾ പോട്ടെ, മൂപ്പര് പണിക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനും ഇങ്ങോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ അതിനെ പറ്റി 1-2 വർത്താനം പറഞ്ഞാൽ പിന്നെ ഒരു കച്ചറിയും പിടിയേക്കാരം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതിനെ പറ്റിയൊന്നും പറയാൻ നിൽക്കണ്ടെന്ന്. നമ്മളെ പോത്തുംകുട്ടന്മാർ ഇതാക്കുന്ന അവിടെ നോക്കിയിട്ടുണ്ട്. ഇത് പോത്ത് നിൽക്കണേൻ്റെ മുന്നേ എടുത്ത വീഡിയോസ് ആട്ടെ. 2 ഈ ഒരു ചുമന്നത് കെട്ടിയതാണ് കുഞ്ഞാണി, അത് കുറച്ചുകൂടി അപ്പുറത്തതാക്കണം, അത് വലിയാണി കേട്ടോ. അപ്പോൾ 2 ഇതാക്കണം ഇവിടെ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണല്ലോ, പിറന്നാളൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ കാലത്തെ കുളിയൊക്കെ കഴിച്ചതാണ്. പക്ഷേ മൂപ്പർക്ക് വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഞാൻ പോത്താളെ കൊണ്ടുപോകണില്ല, ഇന്ന് മൂപ്പരാണ് പോത്താളെ കൊണ്ടുപോകണത്. അപ്പോൾ പോത്താക്ക് വെള്ളമൊക്കെ വേഗം കൊടുത്തുള്ളൂ. രാവിലെയാണ് പോത്താക്ക് വെള്ളം കൊടുക്കുക, പിന്നെ വൈകുന്നേരം കൊടുക്കും. പിന്നെ ഈ രാവിലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്താണ് ഒരു പേരേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോഴാണ് പിന്നെയും കഞ്ഞിവെള്ളം കൊടുക്കുക. ആടെയും കഞ്ഞിവെള്ളം പുളിങ്കൂരിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വരെ കൊണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ പുഴൻ്റെ ഒരു സൈഡിലൊക്കെ കെട്ടിയിട്ടാൽ അറിയുണ്ടാവില്ലേ, കുറേ ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബർമാർക്ക് അറിയുണ്ടാവും. പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഓല് ഒന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഓല യാത്ര അയക്കാൻ നിൽക്കുക കേട്ടോ. ഇവരിപ്പോൾ ഇതാകണേ നമ്മളെ പോലെ തന്നെ. എനിക്ക് ആദ്യം നൂല് കൊണ്ടുവന്നപ്പോൾ വലിയ ഇഷ്ടമല്ലേന്നു കേട്ടോ. ഇഷ്ടം എന്നല്ല, ഒരു താല്പര്യം തന്നെ ഇല്ലേന്നു. ആദ്യം മുതലേ നമ്മളിത് കണ്ട് ശീലിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ആടുകളെ വളർത്തി ആകപ്പാടെ വളർത്തി ശീലമില്ല. എന്താ ചോദിച്ചാൽ കോഴിക്കളെ മാത്രമേ ഉള്ളേന്ന്. അപ്പോൾ ഓല മാത്രമേ വളർത്താൻ എനിക്ക് ഇഷ്ടമുള്ളേന്ന് കേട്ടോ. പിന്നെയാണ് ആടുകളും പോത്തുകളും വന്നത്. പോത്തുകളെനിക്ക് തീരെ ഇഷ്ടമല്ലേന്ന്. എനിക്ക് മണം ചൂരും കാര്യങ്ങളൊന്നും പറ്റുമൊന്നുമില്ലേന്ന് കേട്ടോ. ഇപ്പം തന്നെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കാണൽ തുടങ്ങിയിട്ടുണ്ട് ഓലെ. ഇപ്പോൾ ഓലെ ഇങ്ങനെ വിൽക്കാന്നില്ല ഒരു ഇടങ്ങേറിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇനി വലിയ പെരുന്നാൾ വരികയല്ലേ, അപ്പം കൊടുക്കും. അപ്പോൾ കൊടുക്കാതെ ഓലെ വളർത്തിയോണ്ട് നിന്നിട്ടും കാര്യമില്ല. അങ്ങനെയാണല്ലോ, 2 കൂട്ടർക്കും അത് ക്ഷീണം ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഇടങ്ങേറിൽ ഇങ്ങനെ ഇനിയിപ്പോൾ കൊണ്ടുപോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 2 വിറ്റിട്ടുണ്ട് കേട്ടോ. വിറ്റപ്പോൾ തന്നെ മനസ്സിലൊരു വെള്ളിടി വെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊണ്ടുപോകണമല്ലോ ആലോചിച്ചിട്ട് തന്നെ ഭയങ്കര ഗതികേടുണ്ട്. അപ്പോൾ ഞാൻ ഓല് പോകണം ഇങ്ങനെ നോക്കിയിരിക്കുകയെന്ന്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ മാസങ്ങളായില്ലേ, ഒരു 5-6 മാസമായി. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഇണങ്ങിയാണ് വന്ന് നമ്മൾ പറയുന്നത് എന്തും കേൾക്കുന്നില്ല ഒരു ഇതിൽ വന്നപ്പം. ഇനിയിപ്പോൾ കൊടുക്കാനുള്ള ഒരു പൂതിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഇപ്പോൾ കൊടുക്കാതെ കഴിയൂല.
അപ്പോൾ ഓല അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഓൽക്കില്ലേ പരിപാടികളൊന്നും ഇവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി വൈകുന്നേരം വന്നിട്ട് ഓൽക്ക് കാടി കൊടുക്കണം. നല്ല പുണ്ണാക്കൊക്കെ ഇട്ട് ഒരു 3-4 വിധം പുണ്ണാക്കുകളുണ്ട്. അതൊക്കെ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് ഓല് വരുമ്പോഴത്തേന് ഞാൻ അവിടെ സെറ്റാക്കി വെക്കും. പിന്നെ ഒരു 9 9:30 ആകുമ്പോൾ പുളിങ്കൂര് കാര്യങ്ങൾ ഓൽക്ക് തടി നന്നാകല്ല ആ ഒരു ഐറ്റംസുകളുണ്ട്, അത് വെച്ച് കൊടുക്കണം. അതൊക്കെയാണ് എൻ്റെ ഒരു പരിപാടി കേട്ടോ. അപ്പോൾ പോത്തുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഓല് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഓലെ കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കൊടുക്കാനാണ് ഞങ്ങൾ വാങ്ങിയതും. പക്ഷെ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഗതികേടുണ്ട്. ഇനിയിപ്പോൾ ഓലെ കൊടുക്കണമല്ലോ എന്ന്. അപ്പോൾ നമ്മളൊരു കോഴിനെ വളർത്തുമ്പോൾ നമ്മൾ 2 കൂട് നിറച്ച് കോഴികളുണ്ട് എന്നിട്ട് നമുക്ക് അത് ചത്ത് അങ്ങനെ ഓരോന്ന് ഇതൊക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ അതിനെ എറലാടിയോ അല്ലെങ്കിൽ പരുന്തോ അല്ലെങ്കിൽ പൂച്ചയോ പട്ടിയൊക്കെ പിടിച്ച് കൊണ്ടുപോകുക എന്നല്ലാതെ നമ്മളിതുവരെ അതിനൊന്നും അറുത്തിട്ട് തിന്നിട്ടില്ല, കറി വെച്ച് തിന്നിട്ടില്ല. അത് നമുക്ക് ഭയങ്കര ഗതിയുള്ളൊരു കാര്യമായിട്ട് എനിക്ക് അത് ഇഷ്ടമില്ല. ഈ ഒരു നാടൻ കോഴിനൊക്കെ തിന്നുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതിനൊരു മണവും ചൂരും നല്ലതാണ് കേട്ടോ, നല്ലത് ആർക്കോ പറ്റൂല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ആ കൂട്ടത്തിലാണ് ഞാൻ. അപ്പം നമ്മളെ വീട്ടിലത്തെ കോഴിക്കളൊന്നും ഞാൻ ഇതുവരെ അറുത്ത് തിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യം വില അറക്കുമ്പോൾ ഇവലെ കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഗതികേടുണ്ടേന്ന്. അല്ല അപ്പം എന്ത് ചെയ്യാം, ഇതല്ല അത് അടക്കട്ടെ. ഇനിയിപ്പോൾ പറഞ്ഞ് കാട് കയറണില്ല. ഇന്നിപ്പം അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇത് ഇന്നലെ എടുത്ത് വെച്ച വീഡിയോസാണ് കേട്ടോ. ഇത് ഷോർട്സിനായിട്ട് എടുത്ത് വെച്ചതാണ്. ഇതിപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇതിലും കൂടി ആണ്ട് കലർന്ന് പോയതാണ്. ഇതിപ്പോൾ നമ്മൾ ഇപ്പം നേരെ ഒരു എന്തിൻ്റെ മുന്നെയാണ് വിഷു കഴിഞ്ഞേരെ 1-2 വട്ടം നമ്മൾ മാക്സി ബിറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു കസ്റ്റമർ അടിക്കാനായിട്ട് തന്നെ എല്ലാവരും അല്ല, 1-2 ആൾക്കാർ മാത്രമേ നമ്മൾ ഇവിടുന്ന് ശീലമായിട്ട് വാങ്ങിക്കൊണ്ടുവരുള്ളൂ. ബാക്കി എല്ലാവരും നമ്മളെ കയ്യിൽ തന്നെ അടിക്കാൻ കൊടുക്കൽ കേട്ടോ. അപ്പോൾ ഒരു 10 ഉറുപ്പ്യ 20 ഉറുപ്പ്യൊക്കെ കുറച്ച് കൊടുത്താലും നമുക്ക് വലിയ നഷ്ടം വരാനില്ല. അപ്പം അങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന ഒരു വിധം ഞാൻ അടിച്ചു. ഇങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടോ. അപ്പോൾ ആ ഒരു വർക്കാണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതെങ്ങനെയൊക്കെയോ ഞാൻ റെഡിയാക്കി എടുത്തു. ഇപ്പം ഇത് മാത്രമാണെങ്കിൽ തിരക്കില്ല, ആ ഒരു മാത്രമാണെങ്കിൽ തിരക്കില്ല. പക്ഷേ അയിമ ഒരു സ്റ്റെയർ കേഴ്സ് പോലെ ഒരു അങ്ങനെ പടി വെച്ച് കൊടുത്തപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും 2 വള്ളിയൊക്കെ തൂക്കിയപ്പം അത് രസമായിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിന് ലൈനിങ്ങും കാര്യങ്ങളൊന്നും വെക്കാതെ ഞാൻ അടിച്ചിട്ടുള്ളത് കേട്ടോ. ഒന്നെങ്കിൽ ഒരു ലൈനിങ് വാങ്ങി തരും, അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ വാങ്ങാൻ പറയും. അപ്പോൾ അതിനനുസരിച്ച് റേറ്റാണ് ഞാൻ പറഞ്ഞു കൊടുക്കൽ. അപ്പോൾ ഇതിനൊന്നും ലൈനിങ് വേണ്ട, കുറച്ച് കട്ടിങ് ആനുണ്ടല്ലോ തുണി എന്നൊക്കെ പറഞ്ഞപ്പം അതിൽ ലൈനിങ് ഇല്ലാതായിട്ട് അടിച്ചത്. അപ്പോൾ ഇതിങ്ങനെയാണ് അടിച്ചിട്ടുള്ളത്. ആ ഒരു വെള്ള കഷ്ണമൊക്കെ വെച്ചിട്ട് അങ്ങനെ അടിച്ചു. അപ്പോൾ ഇത് അടിച്ചിങ്ങനെ നമ്മൾ വീഡിയോ എടുക്കണതൊക്കെ ഭയങ്കര ഇപ്പോൾ ഒരു ഉഷാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ അടിക്കാനുണ്ടാകലുണ്ട്. അപ്പോൾ നമ്മളടുത്ത് ശീല വാങ്ങിയിട്ട് നമ്മളടുത്ത് തന്നെ അടിക്കാൻ തരുമ്പോഴേ ഇപ്പോൾ ഉണ്ടാകലുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ തട്ടിക്കൂട്ടാനൊക്കെ ഷോർട്ട് വീഡിയോ ഉണ്ടാകലുണ്ട്. അങ്ങനെ പിന്നെ ഉച്ച കഴിഞ്ഞു കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇന്നിപ്പോൾ 1-2 സംഭവങ്ങളാണ് ഉള്ളത്. ഒന്ന് മൂപ്പരെ പിറന്നാളാണ്, പിന്നെ നമ്മളെ പോത്തുകളെ ഒരാളെന്ന് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ചെറിയോനെ ഇന്ന് കൊണ്ടുപോകും. അതാണ് രാവിലേക്ക് അത്രയും സങ്കടം ഉള്ളത്. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ഇതാകണം നമ്മളെ ഉണ്ണിമോളെ റിസൾട്ട് വന്നിട്ടുണ്ട്. +2-ലാണല്ലോ 36. അപ്പം ഇതാകണം തിരക്കേടില്ലാത്ത രൂപത്തിൽ ജയിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ മൂപ്പത്തിക്കും വലിയ ഇടങ്ങേറുണ്ട്, എന്ത് ചെയ്യും എന്താവും എന്നുള്ളതും. അപ്പോൾ ഞാൻ പറയുന്നു, എഴുതിയത് മാത്രമല്ലേ കിട്ടുള്ളൂ, അല്ലാതെ അപ്പോൾ നമ്മൾ അവിടെ പരീക്ഷാ ഭവനിൽ ഇരിക്കണ നമ്മളെ കുടുംബക്കാരൊന്നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയെന്ന് അവിടെ. അങ്ങനെ ഇൻഷാല്ലാളും ഉഷാറായിട്ട് അങ്ങോട്ട് ജയിച്ച് +2 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വാട്ട് നെക്സ്റ്റ് ആണ് ഇപ്പോൾ ഇനി ആലോചിച്ചുകൊണ്ട് നിൽക്കണം. ഇനിയിപ്പോൾ എന്തിന് പോകുമെന്നാണ് ഇപ്പോൾ 36 ആലോചിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വേറൊരു വീഡിയോ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞാൽ ഞാൻ ചക്കടാൻ പോയിട്ടുണ്ട്. ഉറുമ്പുണ്ട്, പുളിയുറുമ്പുണ്ട്. അതാക്കണം പൗപ്പിക്കല്ലേ ഊതി ചക്കമരല്ല പ്ലാവ് ഇടയ്ക്ക് ഇതൊക്കെ പ്ലാവ് ചക്ക സെയിലാണ് ഏതെടുത്താലും ചക്ക മുറിക്കാൻ വന്നു. ചക്ക ഇങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് ചക്ക കൂട്ടാനാണ്. കൊതുകേ കണ്ട കൈസ്, ഇവിടെ കൊതുക് കടിച്ചിട്ട് കൊതുകാണാകെ 8-10 കൊതുക് കൊണ്ടോ
ആകെ കൊതുകാണ് ഗൈസ്, ഇത് ആകെ കൊതുകാണ്. പിന്നെ ഒരു ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പോത്തുംകുട്ടീനെ കൊണ്ടുപോയിട്ട് ഭയങ്കര സങ്കടമായിരുന്നു അത് കണ്ടപ്പം. അപ്പോൾ അത് കുഞ്ഞാറ്റാരോ വീഡിയോ എടുത്താൽ ഞാനവിടെ മുങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞ് പിന്നെ പിറന്നാളാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു മധുരം തിന്നണമല്ലോ, അത് നല്ലൊരു ഒരു വയസ്സ് കൂടുകയാണല്ലോ, ഒരു മധുരം കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ നമ്മളൊരു കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കേക്കൊക്കെ വാങ്ങി മുറിക്കുകയാണ് കേട്ടോ. മുറിച്ച് ഇതാക്കണത് ഞാൻ ഇവിടെ ഇരിക്കുക തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ ഉത്സാഹം കാട്ടലുണ്ട് എല്ലാത്തിനും. അപ്പോൾ എനിക്കതൊരു സുഖമല്ല, പോത്തുകുട്ടീനെ കൊണ്ടുപോയിട്ട് പിന്നെ എനിക്കൊരു സുഖമില്ലായിരുന്നു, ഒന്നിനൊരു സുഖമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഒരു ദിവസം കടന്നു പോയത്. ഇങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, പോത്തുകുട്ടീനെ കൊണ്ടുപോയത്, മൂപ്പരെ പിറന്നാൾ, ഉണ്ണിമോളെ റിസൾട്ട്, ഒക്കെപ്പാടെ ഒരു സന്തോഷം സങ്കടം കൂടിയൊരു ദിവസം തന്നെയായിരുന്നു. ഇനി പിന്നെ കാണാം. ബൈ ബൈ.